ഏയ് മാധവ്, കുറച്ചുകൂടി ഉച്ചത്തിൽ പറയൂ. ഇത് എലി ചിലയ്ക്കുന്നത് പോലെയുണ്ട്. റിയ ശരിക്കും ഒച്ചയിടുകയാണ് എന്റെ പതിഞ്ഞ ശബ്ദം വെച്ച് നോക്കിയാൽ. അവൾ മുഷിഞ്ഞ മട്ടുണ്ട്. തൊട്ടു മുമ്പത്തെ റിഹേഴ്സലിൽ ഞാൻ 6 പിഴവുകൾ വരുത്തിയതുകൊണ്ടാവണം. എന്റെ മുന്നിൽ നിന്ന് അവൾ നിലത്ത് ആഞ്ഞു ചവിട്ടി. ഇത്തിരി വലിപ്പക്കൂടുതലുള്ള പർപ്പിൾ നിറത്തിലുള്ള ടീഷർട്ടാണ് റിയയുടെ വേഷം. ബർമുഡ ഷോർട്ട്സും. പർപ്പിൾ നിറം എന്തൊരു ചേർച്ചയാണ് അവൾക്ക്. എന്തും അവൾക്ക് ചേരും. പ്രസംഗം നടത്തേണ്ടത് മറ്റന്നാളാണ് എന്ന് ശരിക്കറിയാമല്ലോ അല്ലേ? താൻ എന്നെ പേടിപ്പിക്കാതെ. അതാ നന്നായത്. റിയ നിരാശ പ്രകടിപ്പിക്കാൻ കൈകൾ മുകളിലേക്ക് കുടഞ്ഞു. പേടി നന്നല്ല. എന്റെ മനസ്സ് ശാന്തമാണ്. ഇയാളുടെ മനസ്സും അങ്ങനെ തന്നെ. ഇതാകെ കുളമാകും. 2 കിടക്ക നിവർത്തിയിട്ട് അവൾ ദിവാനിൽ ഇരിപ്പായി. ഞാനും. ഞായറാഴ്ച വൈകുന്നേരം അവസാനത്തെ റിഹേഴ്സലിനായി റിയയുടെ വീട്ടിൽ എത്തിയതായിരുന്നു ഞാൻ. ചൊവ്വാഴ്ചയാണ് ഗേറ്റ്സിന്റെ സന്ദർശനം. നാളെ രാവിലെ ഡുംറാവിലേക്ക് തിരിച്ചേ പറ്റൂ. ആകപ്പാടെ നാടകം പോലെ തോന്നുന്നു. ഞാൻ ഇതിനു കൊള്ളില്ല എന്നവർക്ക് പിടികിട്ടും. ഞാൻ പറഞ്ഞു. മാധവ്, ശാന്തനാകൂ. ഞാൻ ഒച്ച വെച്ചതിന് സോറി. റിയ തൊട്ടടുത്തിരുന്ന് എൻ്റെ കൈ പിടിച്ചു. അവൾ പിന്നെയും ചുമയ്ക്കാൻ തുടങ്ങി. ഇത്തവണ ഒച്ചയിടാൻ എൻ്റെ ഊഴമായിരുന്നു. തൻ്റെ ഈ ചുമ മാറ്റാൻ പറ്റാത്ത മണ്ടൻ ഡോക്ടർ ആരാണ്? എനിക്ക് പിടികിട്ടുന്നില്ല. എന്തോ അലർജിയാ. ഈ വായുവിൻ്റെ എന്തോ കുഴപ്പമാവണം. ഇതിങ്ങനെ കൂടാൻ എന്താണാവോ കാരണം? ഡൽഹിയിലെ ഡോക്ടർ എന്താ പറഞ്ഞത്? കഴിഞ്ഞ മാസം റിയ ഡൽഹിയിലേക്ക് പോയിരുന്നു. അവസാനമായി ഒരു തവണയെങ്കിലും അച്ഛനെ കാണാൻ ചെല്ലണം എന്ന് കുടുംബക്കാർ നിർബന്ധിച്ചിട്ടാണ്. അവൾ അവിടെ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ശവദാഹവും മറ്റ് ചടങ്ങുകളുമൊക്കെ കാരണം 2 ആഴ്ച അവൾ ഡൽഹിയിൽ തങ്ങി. ആ സമയത്ത് ചുമ മാറാൻ വേണ്ടി ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റിനെ അവൾ കണ്ടിരുന്നു. ഇതുതന്നെയാ മൂപ്പരും പറഞ്ഞത്. അലർജി ഉണ്ടാകുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണമത്രേ. ഇനി ഇയാളോട് എനിക്ക് വല്ല അലർജിയും കാണുമോ? റിയ കണ്ണിറുക്കി കാട്ടി. ഭേദം തോന്നുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണത്. ഒരു ചുവന്ന കുഷ്യൻ കയ്യിലെടുത്ത് ഞാൻ ഒരു വീക്ക് വെച്ചു കൊടുത്തു. വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ റിയ? അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അവൾ കാര്യമായൊന്നും സംസാരിച്ചിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ നിൽപ്പായിരുന്നു. ഇനി വിടില്ല എന്ന മട്ടിൽ. ഇടയ്ക്ക് തെറ്റ് പൊറുക്കുന്നതിനെക്കുറിച്ച് എന്തോ മന്ത്രിക്കുകയും ചെയ്തു. ഞാൻ ചുഴിഞ്ഞൊന്നും ചോദിച്ചില്ല. പറയണമെന്ന് തോന്നുന്നത് മാത്രമേ അവൾ എന്നോട് പറയൂ. അത് പറയണം എന്ന് തോന്നുന്ന സമയത്തു മാത്രം. കുഴപ്പമൊന്നുമില്ല. ബിസിനസിന്റെ കാര്യമൊക്കെ സഹോദരന്മാർ നോക്കുന്നുണ്ട്. അമ്മയ്ക്കും പ്രശ്നമൊന്നും തോന്നിയില്ല കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ. പിന്നെ റിയ ഗൗരവക്കാരിയായി. 2 കൈയും കൂട്ടിയടിച്ച് അവൾ എന്നെ ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അടുത്തതായി ഡുംറാവ് റോയൽ സ്കൂളിൽ നിന്നുള്ള ശ്രീ മാധവ് ഷാ 2 വാക്ക് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് അവളുടെ സ്വീകരണ മുറിയുടെ നടുവിൽ നിന്നു. എന്നിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗം തുടങ്ങി. ആദരണീയരായ ബിൽ ഗേറ്റ്സ്, മിസ് മയേഴ്സ്, ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ മറ്റ് പ്രതിനിധികളെ, MLA ഓഞ്ച, വിശിഷ്ടാതിഥികളെ, ഡുംറാവ് റോയൽ സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ. ഒരു കാര്യം പറയട്ടെ? റിയ ഇടയ്ക്കു കയറി. എന്താ? ഇയാളുടെ ഈ തുടക്കമുണ്ടല്ലോ, ഇത് വല്ലാതെ നീണ്ടുപോകുന്നു. നമുക്ക് ഇതൊന്ന് വെട്ടിക്കുറയ്ക്കാം. അയ്യോ റിയ, ഇപ്പോഴാണോ എഴുതിയത് മാറ്റുന്നത്? ചെറിയൊരു മാറ്റം. എൻ്റെ കയ്യിലുള്ള കുറിപ്പിൽ ഞങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പിന്നെ ഞാൻ പിന്നെയും പറയാൻ തുടങ്ങി. അവൾ തടസ്സപ്പെടുത്തിയതേയില്ല. 10 മിനിറ്റ് നേരം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിർത്തട്ടെ. നമസ്കാരം. ഞാൻ പറഞ്ഞു നിർത്തി. റിയ കൈയടിച്ചു. എത്ര തെറ്റുണ്ടായിരുന്നു? ഞാൻ ചോദിച്ചു. 5. 5ഓ? അതെ. സാരമില്ല. എല്ലാം നിസ്സാരമാണ്. വാചകങ്ങളുടെ അർത്ഥത്തിനൊന്നും മാറ്റം വരുന്നില്ല. അതു താൻ എന്നെ പരിഭ്രമിപ്പിക്കാതിരിക്കാൻ പറയുന്നതല്ലേ? റിയ പുഞ്ചിരിച്ചു. ഇനി നമുക്ക് അത്താഴം കഴിക്കാം. റിഹേഴ്സൽ ഏറിപ്പോകുന്നതിലും അർത്ഥമൊന്നുമില്ല. നമ്മൾ റെഡിയായി കഴിഞ്ഞു. റിലാക്സ്. ശരിക്കും? അതെ. ഞാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചപ്പാത്തിക്ക് കുറച്ച് നേരമെടുക്കും. അതോ ചോറ് മതിയോ? ചോറും പരിപ്പും മാത്രം. പിന്നെന്താ? ഞാൻ പറഞ്ഞു. ഞാനും സഹായിക്കാം. 2 പേരും അവളുടെ അടുക്കളയിലെത്തി. അവൾ ചോറ് വയ്ക്കുന്നതിനിടയിൽ ഞാൻ തക്കാളിയും കുക്കുംബറും കുരുമുളകും നാരങ്ങാ നീരും ഉപ്പുമെല്ലാം ചേർത്ത് ഒരു സാലഡ് ഉണ്ടാക്കി. മേശപ്പുറത്ത് പ്ലേറ്റുകളും എടുത്തു വെച്ചു.
പിന്നെ മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. താൻ എപ്പോഴാണ് ഡുംബ്രാവിലെത്തുക? ചോറും പരിപ്പും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ വന്നാൽ ഇയാളുടെ കാറ്റ് പോവുമോ? മണ്ടത്തരം പറയാതെ. നാളെ ഞാൻ പോവുമ്പോൾ കൂടെ വന്നാൽ മതി. അത് പറ്റില്ല, ധാരാളം ജോലിയുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴാണ്? ചൊവ്വാഴ്ച രാവിലെ ഫൗണ്ടേഷൻകാരുടെ കൂടെ വരാം. എന്റെ കാര്യം അവരോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, ഞാൻ പറഞ്ഞു. സാമന്തയുടെ നമ്പർ ഞാൻ റിയയ്ക്ക് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷന്റെ സംഘത്തിന് പുറകിലായി റിയയുടെ കാർ പിന്തുടർന്ന് വന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ എത്തും. ഉഗ്രൻ സാലഡ്, റിയ പറഞ്ഞു. ഇതു വെറും സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞു. സിമ്പിൾ ആൻഡ് നൈസ്. അതാണ് എനിക്കിഷ്ടം മാധവ്. അങ്ങനെയാണോ അവൾ എന്നെയും കാണുന്നതും? സിമ്പിൾ ആൻഡ് നൈസ്? അതോ ഞാൻ വേണ്ടതിലേറെ സിമ്പിളാണോ? വല്ലാതെ നൈസും. അത്താഴം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുക്കള വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി വെച്ചു. എന്നിട്ട് സ്വീകരണ മുറിയിലേക്ക് തിരിച്ചു വന്നു. ദിയ ദിവാനിയിലേക്ക് ചാഞ്ഞു. ശരിക്കും ക്ഷീണിച്ചു പോയി. ഞാൻ സമയം നോക്കി. 10 മണി. ഇനി ഞാൻ പോട്ടെ, ഞാൻ പറഞ്ഞു. റിയ വീണ്ടും ചുമച്ചു. ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു. ഈ പ്രസംഗത്തിന്റെ ഇടപാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്റെ ചികിത്സയാണ്. അലർജി ഉണ്ടാക്കുന്ന ആ സാധനം എന്താണെന്ന് കണ്ടുപിടിക്കണം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ചുമ പോയി. റിയ കണ്ണടച്ച് കിടക്കയിൽ കൈകൊണ്ട് തട്ടി. ഞാൻ അവളുടെ അടുത്തിരിക്കാനാണ്. പിന്നെ അവൾ തല എൻ്റെ മടിയിൽ വെച്ച് എനിക്ക് നേരെ തിരിഞ്ഞു കിടന്നു. കണ്ണുകൾ അടഞ്ഞു തന്നെ. കണ്ടാൽ നല്ല ഉറക്കമാണെന്ന് തോന്നും. താൻ ഇവിടെ കിടന്നാണോ ഉറങ്ങാൻ പോകുന്നത്? മറുപടിയില്ല. ഞാൻ കിടപ്പുമുറിയിൽ ചെന്ന് ഒരു തലയിണയും വിരിപ്പും കൊണ്ടുവന്നു. തലയിണ അവളുടെ തലയ്ക്കടിയിൽ വെച്ച് വിരിപ്പ് കൊണ്ട് ശരീരം പുതപ്പിച്ചു. അവൾ നന്ദിപൂർവ്വം പുഞ്ചിരിച്ചു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. ഇനി ഞാൻ പോട്ടെ? ഞാൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് മന്ത്രിച്ചു. അവൾ വേണ്ട എന്ന് തലയാട്ടി. എന്ത്? ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണ് അവളുടെ മനസ്സിൽ? ഞാൻ അനങ്ങാൻ ശ്രമിച്ചപ്പോൾ അവൾ പിടിവിട്ടില്ല. ഞാൻ ഇവിടെ തങ്ങണോ? മറുപടിയില്ല. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ മട്ട്. നിർണായക നിമിഷങ്ങളിൽ അവർ നേരിട്ടുള്ള മറുപടി തരില്ല. എന്തു ചെയ്യാനാണ്? പറയൂ, ഞാൻ കുറച്ചു നേരം നിൽക്കണോ? അവൾ വേണം എന്ന് തലകുലുക്കി. ഈശ്വരാധീനം. ചെറിയൊരു വെളിച്ചം കിട്ടി. ഓക്കെ, എനിക്കുമുണ്ട് നല്ല ക്ഷീണം. ഇവിടെ കൂടണമെങ്കിൽ എനിക്കും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. റിയ അടഞ്ഞ കണ്ണുകളോടെ തന്നെ സ്വല്പമൊന്ന് നീങ്ങി എനിക്ക് ഇടമുണ്ടാക്കി. ഞാൻ അമ്പരന്നു പോയി. ഞാൻ തൊട്ടടുത്ത് കിടക്കണമെന്നാണ് അവൾക്ക്. ഞാൻ വളരെ പതുക്കെ, ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്ത് ചേർന്ന് കിടന്നു. അവളെങ്ങാനും പെട്ടെന്ന് ഉണർന്ന് സ്വബോധം തിരിച്ചു കിട്ടിയാലോ? ഏയ്, ഉറക്കമാണോ? അവളെ പതുക്കെ ഒതുക്കി പിടിച്ച് ഞാൻ ചോദിച്ചു. റിയ തല കുലുക്കി. ഈ പെണ്ണുങ്ങളുടെ മണ്ടത്തരം. എനിക്ക് ചിരി വന്നു. ഉറക്കമാണെങ്കിൽ എങ്ങനെയാണ് മറുപടി നൽകുന്നത്? ഞാനും ഉറക്കമാ, ഞാൻ പറഞ്ഞു. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നുണ പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. റിയ തിരിഞ്ഞു കിടന്ന് എന്നെ ചുറ്റിപ്പിടിച്ചു. കുറച്ചൊന്ന് ചുരുളുകയും ചെയ്തു. അവളുടെ മാറിടം വല്ലാതെ എന്നോട് അടുക്കാത്ത വിധത്തിൽ. എന്നെ സ്പർശിക്കുന്നത് അവളുടെ കൈകളും കാൽമുട്ടുകളും മാത്രം. ഇത്തരം കാര്യങ്ങളിൽ പെണ്ണുങ്ങൾ മിടുക്കികളാണ്. ഉറങ്ങുമ്പോൾ പോലും സ്പർശനത്തിന്റെ അതിരുകൾ കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ ദേഹം ചുരുട്ടി ഒതുക്കാൻ അവർക്കറിയാം. ഞാൻ കണ്ണുകൾ അടച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവളെ ചേർത്ത് പിടിക്കണം, ഉമ്മ കൊണ്ട് പൊതിയണം. കിടക്കപ്പുറതിയില്ലാതെ ഒരു കൈ അവളുടെ ദേഹത്ത് വെച്ചു. തലയ്ക്കകത്ത് യാതൊരു വേണ്ടാത്ത വിചാരവുമില്ലാതെ ആണുങ്ങൾക്ക് വെറുതെ കൈ ദേഹത്തിടാൻ പറ്റും എന്ന് ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കുന്നുണ്ടാവണം. എനിക്കാണെങ്കിൽ വേറൊന്നും ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല താനും. ചിലപ്പോൾ ഈ പെണ്ണ് ഞാനുമായി സമരസപ്പെട്ടു വരികയാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുന്നു. എന്തിനാ വെറുതെ അത് കുളമാക്കുന്നത്? അടങ്ങ് മാധവ്, അടങ്ങ്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതേയുള്ളൂ. അതേ മനസ്സ് തന്നെ വേറൊരു ചിന്തയുമായി എത്തി. ഇനി അവൾക്ക് നീ വല്ലതും ചെയ്യണം എന്ന് മോഹമുണ്ടെങ്കിലോ? അതിനുള്ള സെറ്റപ്പൊക്കെ അവൾ തന്നെ ശരിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ ഒരു കിഴങ്ങനാണെന്നേ അവൾ കരുതൂ. മാധവ്, ഇങ്ങനെ തണുപ്പനായി ഇരിക്കാതെ വല്ലതും വേഗം ചെയ്യ്. ഈ 2 ചിന്തകളും തലയിൽ കിടന്നു കളിച്ച് എനിക്കാകെ പൊറുതിമുട്ടുന്നത് പോലെ തോന്നി. എൻ്റെ ദേഹത്തു കിടക്കുന്ന റിയയുടെ മൃദുവായ കൈ സംഗതി കൂടുതൽ കുഴപ്പമാക്കുകയാണ്. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അതേസമയം
റിയ ഗാഢമായ ഉറക്കത്തിലാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു. അറിയാതെ ഞാൻ അവളുടെ തോളിൽ ഒന്ന് തട്ടിപ്പോയതാണ്. അനങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചു കിടന്ന് എൻ്റെ മേലാകെ തരിപ്പ് കയറി കഴിഞ്ഞു. എന്താ? ഉറക്കച്ചടവോടെ റിയ ചോദിച്ചു. താൻ ഉണർന്നോ? ഇയാൾ ഉണർത്തിയതല്ലേ? സോറി. ഞാൻ അവളുടെ ചുമലിൽ തട്ടി. ഉറങ്ങിക്കോ. ഇയാൾക്കെന്താ പരിഭ്രമമുണ്ടോ? എൻ്റെ നട്ടലിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഇവൾക്ക് എങ്ങനെ കാര്യം പിടികിട്ടി? പെണ്ണുങ്ങൾക്ക് വേണ്ടതിലേറെയുണ്ട് ഇന്ദ്രിയങ്ങൾ. കുറേശ്ശെ. പേടിക്കണ്ട, ഇയാളുടെ പ്രസംഗം നന്നാവും. എന്താ പറഞ്ഞത്? പെട്ടെന്നാണ് കാര്യം പിടികിട്ടിയത്. ഓ, പ്രസംഗം. അതെ അതെ, ഞാൻ ആവുന്ന പോലെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനിയെല്ലാം ഗേറ്റ്സിന്റെ കയ്യിൽ. അതുതന്നെയാ പറഞ്ഞത്. ഇനി ഉറങ്ങിക്കോളൂ. റിയ വീണ്ടും കണ്ണുകൾ അടച്ചു. റിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞു. എന്നിട്ട് ഒരു വിരൽ എൻ്റെ ചുണ്ടിൽ വെച്ചു. കാര്യമൊക്കെ ആദ്യം ബിൽ ഗേറ്റ്സിനോട് പറയൂ. പിന്നെ അവൾ ഉറക്കത്തിലേക്ക് മടങ്ങിപ്പോയി. 30 മിനിറ്റോ? ഞങ്ങളുടെ പരിപാടി 1 മണിക്കൂറെങ്കിലും കാണും. എൻ്റെ ശബ്ദത്തിൽ കുറച്ച് കടുപ്പമുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഗേറ്റ്സിന്റെ സന്ദർശനത്തിന്റെ തലേന്ന് സാമന്ത എന്നെ ഫോണിൽ വിളിച്ചതാണ്. സോറി മാധവ്, മിസ്റ്റർ ഗേറ്റ്സിന് വളരെ തിരക്കുണ്ട്. പരിപാടിയിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൂടെ? അയ്യോ, ഇവിടുത്തെ കുട്ടികൾ മാസങ്ങളായി ഇതിനുവേണ്ടി പരിശീലിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. സത്യത്തിൽ ചിലയിടത്തെ പരിപാടി അപ്പാടെ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും താങ്കളുടെ സ്കൂൾ പരിപാടി വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നമേ ഇല്ല. ശരി, എപ്പോഴാണ് സമയം? കൃത്യം 10:30. അപ്പോൾ കാണാം. കാറുകൾക്കുള്ള പാർക്കിംഗ് സ്ഥലമായി ഒരുക്കുന്ന ഒഴിഞ്ഞ പാടം പരിശോധിക്കാൻ ഞാൻ താരാചന്ദ്ജിയോടൊപ്പം പോയി. അകലെ നിന്ന് കുട്ടികൾ സ്വാഗതഗാനം പാടി പഠിക്കുന്നത് കേൾക്കാം. വാർഷിക ആഘോഷങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ചയായി ക്ലാസുകളെല്ലാം നിർത്തിവെച്ചിരുന്നു. കുട്ടികൾ ഒത്തുചേർന്ന് കലാപരിപാടികൾ തയ്യാറാക്കി. സ്കൂളിന്റെ തറയും ചുമരുമൊക്കെ വൃത്തിയാക്കി. പുതിയ ചാർട്ടുകൾ വരച്ചു തൂക്കി. സ്റ്റേജിനുള്ള സാമഗ്രികളും ശരിയാക്കി. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് സന്ദർശനത്തിന്റെ സമയം കുറച്ച കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇങ്ങനെ തോന്നുമ്പോൾ മട്ടുമാറുന്ന വെള്ളക്കാരെ വിളിച്ചതു തന്നെ അബദ്ധമായി. ഈ കൂട്ടർക്ക് വേണ്ടി നമ്മൾ എത്ര ആഴ്ചയായി വട്ടുപിടിച്ച പോലെ കിടന്ന് ഓടുന്നു. എന്നിട്ടെന്തായി? ചൊവ്വാഴ്ച രാവിലെ 10:15 മണി. എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞങ്ങൾ ഡുംറാവിലേക്ക് കടക്കുകയാണ്. ഇനി 10 മിനിറ്റ് മതി. സാമന്തയുടെ ശബ്ദം. ഞാൻ സ്കൂളിൻ്റെ പടിവാതിക്കലേക്ക് ഓടി. സ്വീകരണ സംഘമായി ഒരുക്കി നിർത്തിയ കുട്ടികൾ 2 വരിയായി അഭിമുഖമായി നിന്നു. ഓരോരുത്തരുടെ കയ്യിലും റോസാദളങ്ങൾ നിറച്ച തളികയുണ്ട്. അതിഥികളുടെ നേരെ ചൊരിയാനുള്ളതാണത്. 5ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അതിഥികളെ സിന്ദൂരം തൊടുവിക്കും. മാതാപിതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. പരിപാടിക്കായി കെട്ടിയുണ്ടാക്കിയ പന്തലിനകത്ത് ചുവന്ന കസേരകളിൽ 1000-ലേറെ അതിഥികൾ. മുഖ്യ അതിഥികളും പ്രത്യേക ക്ഷണിതാക്കളും VIP-കൾക്കായി മാറ്റിവെച്ച മുൻനിരയിലാണ്. വരിവരിയായി വരുന്ന 8 കാറുകൾ കാഴ്ചയിലെത്തി. സ്വാഗതം ചെയ്യാൻ നിർത്തിയ കുട്ടികൾ ആവേശത്തോടെ ആർത്തു വിളിച്ചു. അവർ റോസാദളങ്ങൾ പരസ്പരം എറിയാൻ തുടങ്ങി. ഏയ് നിർത്ത്, ഞാൻ പറഞ്ഞു. ബിൽഗേറ്റ്സ് കാറിൽ നിന്നിറങ്ങി. മാധ്യമക്കാർ അദ്ദേഹത്തിന്റെ ചുറ്റും ഓടിക്കൂടി നിർത്താതെ പടമെടുക്കാൻ തുടങ്ങി. സാമന്ത അടക്കം 10 അമേരിക്കക്കാരും ഫൗണ്ടേഷനിൽ നിന്നുള്ള 5 ഇന്ത്യക്കാരും ചേർന്ന ഒരു സംഘം ഗേറ്റ്സിന്റെ പുറകിലായി നിന്നു. ഹായ്, എന്നെ ഞെട്ടിച്ചുകൊണ്ട് റിയയുടെ ശബ്ദം. ഞാൻ അവളുടെ നേരെ തിരിഞ്ഞു. വെള്ളപ്പൊട്ടുകൾ നിറഞ്ഞ ബേബി പിങ്ക് നിറത്തിലുള്ള സാരി. കുട്ടികൾ കയ്യിൽ പിടിച്ച താലങ്ങളിലെ റോസാദളം പോലെയുണ്ട്. സാരിയാണല്ലോ, ഞാൻ പറഞ്ഞു. റിയ കൈകൾ വിടർത്തി നീട്ടി. അവളുടെ മെലിഞ്ഞ ദേഹവും അഴകാർന്ന വടിവും അവൾ ധരിച്ച പിങ്ക് ഷിഫോൺ തുണിയും നോക്കി നിൽക്കെ അപ്പുറത്ത് കാത്തു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനേക്കാൾ വലിയ ധനികനാണ് ഞാൻ എന്നെനിക്ക് തോന്നി. എങ്ങനെയുണ്ട്? റിയ ചോദിച്ചു. ശരിക്കും മിസ് ഇന്ത്യ തന്നെ, ഞാൻ പറഞ്ഞു. റിയ ചിരിച്ചു. ഇനി പോയി അതിഥികളുടെ കാര്യം നോക്കൂ. ഞാൻ അകത്തേക്ക് കയറി ഇരിക്കാൻ സ്ഥലം നോക്കട്ടെ. പക്ഷെ റിയ, അവരുടെ കാര്യം നോക്കൂ. ഓൾ ദ ബെസ്റ്റ്. എന്നെ ചെറുതായി ഒന്ന് ചേർത്ത് പിടിച്ച് അവൾ അകത്തേക്ക് ധൃതി വെച്ച് നടന്നു. മിസ്റ്റർ ഗേറ്റ്സ്, ഇത് മാധവ്, ഈ സ്കൂളിന്റെ സ്ഥാപകരിൽ ഒരാൾ. രാജകുടുംബത്തിലെ അംഗമാണ്, സാമന്ത പറഞ്ഞു. മാധവ്, ഇത് മിസ്റ്റർ ഗേറ്റ്സ്.
ഞാൻ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യന്റെ കൈ പിടിച്ചു കുലുക്കി. റോഡരികിൽ ഒരു $100 നോട്ട് വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും കുനിഞ്ഞെടുക്കാൻ മെനക്കെടാത്ത അത്രയും വലിയ പണക്കാരനാണ് ഗേറ്റ്സ് എന്നാണ് പറഞ്ഞു കേൾക്കാറ്. ആ $100 കുനിഞ്ഞെടുക്കാൻ വേണ്ട സമയം കൊണ്ട് അതിലും എത്രയോ അധികം അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. ഗേറ്റ്സ് ഏതാണ്ട് 5 സെക്കൻഡോളം എൻ്റെ കൈ പിടിച്ചു കുലുക്കി. അത്രയും സമയം കൊണ്ട് എത്രായിരം ഡോളർ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു ആവോ? മാധവ്, കണ്ടതിൽ സന്തോഷം, ഗേറ്റ്സ് പറഞ്ഞു. പണ്ടേ പരിചയമുള്ള ഒരു ചങ്ങാതി പറയുന്നത് പോലെ. കുട്ടികൾ അദ്ദേഹത്തിന്റെ മേൽ പൂവിതളുകൾ വാരിയെറിഞ്ഞു. പരിപാടി വേഗം തുടങ്ങണം എന്ന് സാമന്ത ധൃതിയിൽ ആംഗ്യം കാട്ടി. സ്റ്റേജിൽ ചെറിയ തിക്കും തിരക്കും തന്നെയുണ്ടായി. സ്വാഗതഗാനം പാടേണ്ട കുട്ടികൾ ഡാൻസ് ചെയ്യാനുള്ളവരുടെ ദേഹത്ത് ചെന്നിടിച്ചു. രണ്ടും ഒന്നിച്ചു ചേർക്കാനുള്ള പരിപാടിക്ക് അവർ തയ്യാറെടുത്തിട്ടില്ലായിരുന്നു. സ്വാഗതഗാനമായി അവതരിപ്പിച്ച സരസ്വതി വന്ദനം തീരുന്നതിന് മുമ്പ് തന്നെ ബോളിവുഡ് സംഗീതം വേദി കൈയടക്കി കഴിഞ്ഞു. ആ കൂടിക്കുഴച്ചലിൽ വിചിത്രമായിരുന്നു. എന്നാലും എല്ലാവരും ആവേശത്തോടെ കൈയടിച്ചു. മുൻനിരയിലുള്ള ഒരു സോഫയിൽ ഞാൻ അമ്മയുടെ അടുത്തിരുന്നു. എൻ്റെ കണ്ണുകൾ റിയയെ തേടി. അതാ ഇടതുവശത്തായി 10 സീറ്റ് അപ്പുറത്ത് അവൾ വന്ന് എൻ്റെ അടുത്തിരിക്കാൻ ഞാൻ ആംഗ്യം കാട്ടി. അവൾ പുഞ്ചിരിയോടെ ആ ക്ഷണം അകലെ നിന്നു തന്നെ നിരസിച്ചു. ഓ ഓ ജാനെ ജാന എന്ന സൽമാൻ ഖാന്റെ അടിപൊളി പാട്ടുസീന്റെ ചുവടൊപ്പിച്ചുള്ള കുട്ടികളുടെ ഡാൻസ് അവസാനിച്ചു. അമ്മ സ്റ്റേജിലേക്ക് കയറി ചെന്നു. സംഗീതം പതുക്കെ നിലച്ചു. അമ്മ ഹിന്ദിയിൽ പറഞ്ഞു, കുട്ടികളെ, പരിപാടി നന്നായി. എല്ലാവരും നന്നായി ഒന്ന് കൈയടിക്കൂ. അത്യുഗ്രൻ കരഘോഷം. അങ്ങ് ദൂരെ അമേരിക്കയിൽ നിന്ന് വന്നെത്തിയ മിസ്റ്റർ ഗേറ്റ്സിനെയും സംഘത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം, അമ്മ തുടർന്നു. വീണ്ടും കരഘോഷം. ഗേറ്റ്സ് കസേരയിൽ തിരിഞ്ഞിരുന്ന് കൈവീശി. ഇനി നമുക്ക് അധികം സമയമില്ല. അതുകൊണ്ട് സ്വാഗത പ്രസംഗം നടത്തുന്നതിനായി രാജകുമാരൻ മാധവ് ഝായെ ക്ഷണിക്കുന്നു. സദസ്സ് ആർത്തു വിളിച്ചു. ഞാൻ അതിവേഗമിടിക്കുന്ന നെഞ്ചോടെ എഴുന്നേറ്റ് നടന്നു റിയയുടെ മുന്നിലൂടെ. അവൾ തള്ളവിരൽ ഉയർത്തി എനിക്ക് ആശംസ നൽകി. ഞാൻ സ്റ്റേജിലേക്ക് കുതിച്ചു. ഞാൻ മുന്നിലുള്ള ജനസഹസ്രത്തെ കൊണ്ടു പരതി. ഇടതുനിന്നും വലത്തോട്ടും വലതുനിന്ന് ഇടത്തോട്ടും. സദസ്സ് കയ്യടി നിർത്തി. എൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മൈക്ക് കയ്യിലെടുത്തു. പരിഭ്രമം കാരണം വിയർപ്പിൽ നനഞ്ഞ കൈപ്പിടിയിൽ മൈക്ക് തെല്ലൊന്നു വഴുതി. ഒരൊറ്റ വാക്കുപോലും പുറത്തു വരുന്നില്ല. ഒന്നും. മുന്നിൽ ജനങ്ങളുടെ പാരാവാരം. പ്രസംഗം ആയിരക്കണക്കിന് തവണ പറഞ്ഞു പഠിച്ചതാണെങ്കിലും ഇപ്പോൾ ഒന്നും ഓർത്തു പറയാൻ പറ്റുന്നില്ല. ജനം തെല്ല് അമ്പരപ്പോടെ നോക്കാൻ തുടങ്ങി. മൈക്കിന്റെ വല്ല കുഴപ്പവുമാകുമോ? മുൻനിരയുടെ ഒരറ്റത്തായി റിയയുടെ പിങ്ക് സാരി കണ്ടു. അവളുടെ കണ്ണുകൾ എൻ്റെ മേലാണ്. പതുക്കെ അവൾ എഴുന്നേറ്റ് നിന്നു. എനിക്ക് അങ്കലാപ്പായി. ജനം എന്തു കരുതും? പക്ഷേ അവൾ എൻ്റെ നേരെ മുന്നിലുള്ള ഒരു സീറ്റിൽ വന്നിരിക്കുക മാത്രമാണ് ചെയ്തത്. അവളുടെ ചുണ്ടനക്കങ്ങൾ ഞാൻ വായിച്ചെടുത്തു. ഓരോരോ വാചകമായി പതുക്കെ. അവൾ ചുണ്ടുകൾ കൊണ്ട് നിശബ്ദം പറഞ്ഞു. അവളുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ എന്തോ ചവിട്ടിയുണർത്തിയതുപോലെ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങി. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനിൽ നിന്നുള്ള ബഹുമാന്യരായ അതിഥികളെ, പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ഡുംബ്രാവ് റോയൽ സ്കൂളിലേക്ക് സ്വാഗതം. സദസ്സ് ആർത്തു വിളിച്ചു. മിക്കവർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എന്നാൽ ഡുംബ്രാവ് എന്ന പേരു മതിയായിരുന്നു അവരെ പിരികയറ്റാൻ. ഫൗണ്ടേഷൻ പ്രതിനിധികൾ ശ്രദ്ധയോടെ എന്നിൽ കണ്ണും നട്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ സ്വയം പറഞ്ഞുറപ്പിച്ചു. റിയയോടൊപ്പം ഇരുന്ന് പറഞ്ഞു പഠിച്ചതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് അവൾ നിൽപ്പുമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. ഞാൻ റിയയെ ഉറ്റുനോക്കി. അവൾ പുഞ്ചിരിയോടെ തലകുലുക്കി. പ്രോത്സാഹനത്തിന്റെ ശക്തിയിൽ ഞാൻ തുടർന്നു. മിസ്റ്റർ ബിൽഗേറ്റ്സ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനവാനായ മനുഷ്യൻ. ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ട് അദ്ദേഹത്തിന് മടുത്തു കാണും എന്നുറപ്പാണ്. തെല്ലകലെയിരുന്ന് ബിൽഗേറ്റ്സ് പുഞ്ചിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സർ, പണം കൊണ്ട് സമ്പന്നനായാൽ മാത്രം സമ്പന്നമായ ജീവിതം കൈവരിക്കാനാവില്ല എന്ന് അങ്ങേക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്. ബീഹാറിൽ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട നാടാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഈ ബീഹാറിൽ. ഓരോ വാക്യവും പറഞ്ഞു തീരുമ്പോൾ റിയ തല കുലുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദരിദ്രമായ ബീഹാറിലാണ് അസാധാരണമായ ഈ സ്കൂൾ. 700 കുട്ടികൾ,
3 അധ്യാപകർ, നിസാരമായ ഫീസ്, മര്യാദയ്ക്കുള്ള ക്ലാസ് മുറികൾ പോലുമില്ല, ടോയ്ലറ്റുകളും. സർക്കാരിന്റെ ധനസഹായവും പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും ഈ സ്കൂൾ വേറൊരു തലത്തിൽ സമ്പന്നം തന്നെയാണ്. റിയ 2 തള്ളവിരലും ഉയർത്തിക്കാട്ടി. ഇതുവരെ തെറ്റൊന്നും കയറിക്കൂടിയില്ല. ഈ സ്കൂളിന്റെ യഥാർത്ഥ സമ്പത്ത് ഇവിടുത്തെ കുട്ടികളാണ്. ഞാൻ അവരെ പഠിപ്പിക്കുന്നു എന്നാണ് വെയ്പ്പ്. എന്നാൽ അവർ എന്നെയും ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്കൂളിന്റെ പല ഇല്ലായ്മകളെയും കുറിച്ച് മുതിർന്നവരായ ഞങ്ങൾ ആവലാതി പറയാറുണ്ട്. എന്നാൽ ഈ കുട്ടികളോ? അവർ ഒരിക്കലും പരാതിപ്പെടാറില്ല. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ വന്നു നോക്കൂ. ഒരൊറ്റ കാര്യമേ കേൾക്കാൻ കഴിയൂ: കുട്ടികളുടെ തുറന്ന ചിരി. എന്റെ വാക്കുകൾ പിടികിട്ടിയ മുൻനിരക്കാർ കൈയടിച്ചു. പിന്നിലുള്ള ഓരോ നിരക്കാരും വൈകാതെ ഒപ്പം ചേർന്നു. അവർക്കും കാര്യം മനസ്സിലായി എന്ന് തോന്നിപ്പിക്കാനാവാം. എന്നാൽ എന്താ? ഈ കുട്ടികളോട് ചോദിച്ചു നോക്കൂ. അവർ പറയും, ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂളെന്ന്. അവർക്ക് ഇവിടുത്തെ കൂട്ടുകാരെ ഇഷ്ടമാണ്. ഇവിടെ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് എന്തായാലും അതും അവർക്കിഷ്ടമാണ്. എന്നാലും ഈ സ്കൂളിന് ഇതിലും എത്രയോ അധികം കുട്ടികൾക്ക് നൽകാൻ കഴിയും എന്നെനിക്ക് ബോധ്യമുണ്ട്. കുട്ടികൾ ഇതിലും അധികം അർഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. റിയയുടെ നെറ്റി ചുളിഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ ഇംഗ്ലീഷിൽ ചെറിയൊരു വാക്കുപിഴ വന്നതിനാണ് എനിക്ക് പരിഭ്രമം കയറി. പതുക്കെ ഒന്ന് ശ്വാസം വലിച്ചുവിടാൻ റിയ ആംഗ്യം കാട്ടി. ഞാൻ ദീർഘമായി ശ്വാസം അകത്തേക്കെടുത്തു. എന്നിട്ട് വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിട്ടു. അതോടെ മനസ്സ് ശാന്തമായതുപോലെ തോന്നി. ഞാൻ തുടർന്നു. കുട്ടികൾ ഇതിലും അധികം അർഹിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. കാരണം നല്ല വിദ്യാഭ്യാസത്തിന് ജീവിതത്തിന്റെ മൂല്യം എത്രമാത്രം വർദ്ധിപ്പിക്കാനാവും എന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. അത് ഒരു ജോലി തരപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. വെറുതെ അറിവ് വളർത്താൻ മാത്രവുമല്ല. നല്ല വിദ്യാഭ്യാസം തരുന്നത് ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ് പകരുന്നത്. ഞാൻ ഒന്ന് നിർത്തി. കയ്യിലുള്ള കുറിപ്പിൽ കണ്ണോടിച്ചു. പിന്നെ തലയുയർത്തി തുടർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഈ ഭാഷ എനിക്ക് നന്നായി അറിയുമായിരുന്നില്ല. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഭയമായിരുന്നു, ലജ്ജയും. ആളുകൾ എന്നെ പരിഹസിച്ചു. കോളേജിലെ പഠനകാലം മുഴുവൻ ഈ അപകർഷതാ ബോധവുമായാണ് ഞാൻ കഴിച്ചുകൂട്ടിയത്. ഈ കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്നാണ് എൻ്റെ മോഹം. അവർ മോശക്കാരാണ് എന്ന് ആരും അവരോട് പറയാൻ ഇടവരരുത്. ആളുകൾ കൈയടിച്ചു. വല്ലതും മനസ്സിലായിട്ടാണോ അതോ എൻ്റെ വാക്കുകളിലെ വികാരത്തള്ളൽ ഉള്ളിൽ തട്ടിയതുകൊണ്ട് മാത്രമാണോ? അറിയില്ല. ഇതു സാധിക്കാൻ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇവിടെ മികച്ച അധ്യാപകർ വേണം. പക്ഷേ പ്രാഥമികമായ സൗകര്യങ്ങൾ പോലുമില്ലാതെ മികവുള്ള അധ്യാപകർ സ്കൂളിലേക്ക് വരില്ല. മര്യാദയ്ക്കുള്ള ക്ലാസ് മുറികൾ പോലുമില്ലാതെ കുട്ടികളെ ശരിക്കു പഠിപ്പിക്കാനാവില്ല. ടോയ്ലറ്റുകൾ പോലുമില്ലാതെ ശരിക്കുള്ള ഒരു സ്കൂളായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. റിയയുടെ കണ്ണുകൾ എൻ്റെ മുഖത്തു തന്നെ പറ്റി നിൽപ്പാണ്. അവ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇവിടുത്തെ സർക്കാരിന്റെ മുന്നിൽ ചെന്ന് നിന്നു യാചിക്കാൻ ഞാനില്ല. സത്യം പറഞ്ഞാൽ ആരോടും യാചിക്കുന്നത് എനിക്കിഷ്ടമല്ല. പണം എൻ്റെ വിഷയമേ അല്ല. ഒരു അന്താരാഷ്ട്ര ബാങ്കിലെ ജോലി വേണ്ടെന്ന് വെച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാലും സങ്കടകരമെന്ന് പറയട്ടെ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊക്കെ പണം ഇല്ലാതെ പറ്റില്ലല്ലോ. ഇനി നിർത്താമെന്ന് റിയ ആംഗ്യം കാട്ടി. തയ്യാറാക്കിയ പ്രസംഗം ഏതാണ്ട് ഇവിടെ തീരാറായി. എന്നാലും ഞാൻ നിർത്താതെ സംസാരം തുടർന്നു. പറഞ്ഞു പഠിക്കാത്ത അപ്പോൾ പുറത്തു വന്ന വാക്കുകൾ. മിസ്റ്റർ ഗേറ്റ്സ്, ഇത്രയും വലിയ സമ്പത്തിന് ഉടമയായതിൽ അങ്ങ് എത്രമാത്രം ഭാഗ്യവാനാണ് എന്ന് എല്ലാവരും അങ്ങയോട് പറയുന്നുണ്ടാവും. അത് അങ്ങയെ ചിലപ്പോൾ ചൊടിപ്പിക്കുന്നുമുണ്ടാവണം. കാരണം അങ്ങ് ഈ നേടിയതൊന്നും വെറും ഭാഗ്യം കൊണ്ടു മാത്രമല്ല. അങ്ങയുടെ ക്രിയാത്മകതയും ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ആണ് അതിനു പിന്നിൽ. അങ്ങ് അത് തികച്ചും അർഹിക്കുന്നുണ്ട് താനും. എന്നാലും ഭാഗ്യം അങ്ങയെ തുണച്ച ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. റിയ ഞെട്ടലോടെ എന്നെ നോക്കുന്നു. ഇതൊക്കെ ഞാൻ എപ്പോൾ ആലോചിച്ചുണ്ടാക്കി? ഇതാവണം അവളുടെ മനസ്സിൽ. ഞാൻ തുടർന്നു. അമേരിക്കയിൽ ജനിക്കാൻ സാധിച്ചു എന്നിടത്താണ് ഭാഗ്യം അങ്ങയെ തുടച്ചത്. എല്ലാവർക്കും അവസരം ലഭിക്കുന്ന രാജ്യത്ത് ജനിക്കാൻ അങ്ങേക്ക് സാധിച്ചു. അങ്ങ് സ്ഥാപിച്ചതുപോലുള്ള ഒരു ആഗോള സ്ഥാപനം തുറക്കാനുള്ള ശേഷി എൻ്റെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടായിക്കൂടായികയില്ല.
പക്ഷേ അവന് അതിനുള്ള അവസരം കിട്ടുന്നില്ല. മിസ്റ്റർ ഗേറ്റ്സ്, അങ്ങേക്ക് അതിനുള്ള അവസരം ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. ഇന്ന് ഞങ്ങൾ ഈ സ്കൂൾ നടത്തുന്നത് ധനസഹായമോ അംഗീകാരമോ പ്രതീക്ഷിച്ചല്ല. അത്തരമൊരു അവസരം ഇവിടുത്തെ ഓരോ കുട്ടിക്കും ലഭിക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് മാത്രമാണ്. താങ്ക് യു. കയ്യടിയുടെ ഇടിമുഴക്കം. സദസ്സിലെ ചിലർ, റിയയും മിസ്റ്റർ ഗേറ്റ്സും അടക്കം എഴുന്നേറ്റ് നിന്നു. അടുത്ത നിമിഷം അവരെ പിന്തുടർന്ന് സദസ്സ് മുഴുവൻ ഇരിപ്പിടങ്ങളിൽ നിന്ന് ഉയർന്നു. കരഘോഷം ഏറെ നേരം നീണ്ടു. മാസങ്ങളായി പരിശീലിച്ചു പഠിച്ച പ്രസംഗം പറഞ്ഞൊപ്പിച്ചു എന്നെനിക്ക് വിശ്വാസമാവുന്നില്ല. ഇംഗ്ലീഷ് എന്ന എന്നെ ഏറ്റവുമധികം പേടിപ്പെടുത്തുന്ന ചെകുത്താനെ കീഴ്പ്പെടുത്തിയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഉപ്പ് കൈകളോടെ ഞാൻ സ്റ്റേജിൽ നിന്നിറങ്ങി. എന്റെ ഇരിപ്പിടത്തിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ എന്റെ നേരെ തിരിഞ്ഞു. നീ ഇംഗ്ലീഷ് ഇത്ര നന്നായി പഠിച്ചോ? അമ്മ കാതിൽ ചോദിച്ചു. ദാ അവൾ പഠിപ്പിച്ചതാ, ഞാൻ റിയയെ ചൂണ്ടിക്കാട്ടി. റിയയും അമ്മയും പരസ്പരം നോക്കി മര്യാദ കാട്ടാൻ എന്നോണം ചിരിച്ചു. കുട്ടികൾ വീണ്ടും സ്റ്റേജ് കൈയടക്കി. വെണ്ണ കട്ടു തിന്നുന്ന വികൃതിയായ ഉണ്ണികൃഷ്ണനെക്കുറിച്ചുള്ള ഒരു നൃത്ത നാടകം അവർ അവതരിപ്പിച്ചു. 2ാം ക്ലാസ്സിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയായ കരുണയാണ് കൃഷ്ണൻ വേഷത്തിൽ. ഭംഗിയുള്ള ഒരു തലേക്കെട്ടും അതിൽ കുത്തി നിർത്തിയ മയിൽപീലിയും. പരിപാടി കഴിഞ്ഞപ്പോൾ അമ്മ സ്റ്റേജിൽ കയറി പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം നന്ദി പറഞ്ഞു. ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ സാമന്ത എൻ്റെ അടുത്തേക്ക് വന്നു. ബില്ലിന് പോകാറായി, അല്ലെങ്കിൽ എല്ലാ പരിപാടിയും വൈകും. അവർ എൻ്റെ കാതിൽ ധൃതിയോടെ മന്ത്രിച്ചു. അദ്ദേഹം പ്രസംഗിക്കില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, മൂപ്പർ ഒരിക്കലും പ്രസംഗിക്കാറില്ല. എനിക്ക് നിരാശ തോന്നി. എന്റെ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു എന്ന് സാമന്തയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും മനസ്സുവെക്കാൻ പറ്റാത്ത വിധം പരിഭ്രാന്തയാണ് അവർ എന്നെനിക്ക് തോന്നി. ഇനി ഞാൻ 2 വാക്കു സംസാരിക്കാനായി മിസ്റ്റർ ബിൽ ഗേറ്റ്സിനെ ക്ഷണിക്കുന്നു, അമ്മ പറഞ്ഞു. ഗേറ്റ്സ് പുഞ്ചിരിയോടെ കൈ കൂപ്പിക്കൊണ്ട് ക്ഷണം നിരസിച്ചു. ഞാൻ വീണ്ടും സ്റ്റേജിൽ ഓടിക്കയറി. അമ്മ അത്ഭുതപ്പെട്ടതുപോലെ തോന്നി. മൈക്ക് കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഗേറ്റ്സിന് പോകാൻ ധൃതിയുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ ഒരു സമ്മാനം സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗേറ്റ്സ് അത് അനുസരിച്ചു. 2 ഫൗണ്ടേഷൻ പ്രതിനിധികളോടൊപ്പം അദ്ദേഹം വേദിയിലേക്ക് കയറി വന്നു. 5ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി സമ്മാനവുമായി വന്നു. കൈകൊണ്ട് പെയിന്റ് ചെയ്തെടുത്ത ഒരു പൂച്ചട്ടിയായിരുന്നു അത്. അനേകം കുട്ടികൾ അതിൽ പൂക്കൾ വരച്ചു ചേർത്തിട്ടുണ്ട്. ചട്ടിയിൽ ഭംഗിയുള്ള ഒരു പൂച്ചെടിയുമുണ്ട്. ബ്യൂട്ടിഫുൾ, ഗേറ്റ് സമ്മാനം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പ്രസംഗം നന്നായി, അദ്ദേഹം പറഞ്ഞു. താങ്ക് യു സർ. ഞാൻ സ്റ്റേജിലുള്ള 2 ഫൗണ്ടേഷൻ പ്രതിനിധികളുടെയും കൈ പിടിച്ചു കുലുക്കി. ഒരാളുടെ പേര് ഫിൽ എന്നായിരുന്നു. മറ്റേത് ഗേറ്റ്സിന്റെ ചെറുപ്പക്കാരനായ സഹായി റോജർ. ഫിൽ, കാര്യം താൻ പറയുന്നോ? ഗേറ്റ്സ് ചോദിച്ചു. അതിനെന്താ? ഫിൽ, കാര്യമോ? എന്ത് കാര്യം? എനിക്ക് അത്ഭുതമായി. മൈക്ക് ഒന്ന് തരാമോ? ഫിൽ ചോദിച്ചു. ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറി. നമസ്തേ. ഫിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ആ ഒരൊറ്റ ഹിന്ദി വാക്ക് സദസ്സിനെ ആകെ ആനന്ദമൂർച്ചയിൽ ഇളക്കി മറിച്ചതുപോലെ. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യക്കാർ. സായിപ്പുമാർ ചെറിയൊരു വാക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി, നമ്മൾ അവരുമായി ഇഷ്ടത്തിലാവും. സുഖമാണോ? ഫിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ ചോദിച്ചു. ജനക്കൂട്ടം ആവേശത്തോടെ ആർത്തു വിളിച്ചു. പരിപാടികളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. മുബാറക്. അന്തരീക്ഷത്തെ തകർത്തൊരു കയ്യടി. ഇവിടുത്തെ കുട്ടികൾ നല്ല കഴിവുള്ളവരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവർക്ക് പഠിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ തികച്ചും അർഹതയുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിന് 1 ഡസൻ കമ്പ്യൂട്ടറുകൾ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ സഹിതം. എല്ലാവരും കൈയടിച്ചു. ഞാനും കൈയടിച്ചു. പക്ഷേ എന്റെ ആലോചന മറ്റൊന്നായിരുന്നു. ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതെ കമ്പ്യൂട്ടറുകൾ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ചിലപ്പോൾ കമ്പ്യൂട്ടർ മേശകളും ഒപ്പം കിട്ടുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മേശകൾ ഉപയോഗിക്കാമായിരുന്നു. ഫിൽ തുടർന്നു. ശരിയാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആവശ്യമായ ഒരു സ്കൂളിന് കമ്പ്യൂട്ടറുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതുകൊണ്ട് ഈ സ്കൂളിന് ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഒറ്റത്തവണയായുള്ള ഒരു ധനസഹായം നൽകാൻ പോവുകയാണ്. $50,000. അതുകൂടാതെ ഇടയ്ക്കുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷത്തേക്ക് $10,000 വാർഷിക സഹായം വേറെയും നൽകും. എനിക്ക് തല പെരിക്കുന്നതുപോലെ തോന്നി. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം മൂടൽ മഞ്ഞിൽ അകപ്പെട്ടതുപോലെ. റിയ നിന്നു ചാടി. അതെ,
അവൾ നിന്നിടത്തു നിന്ന് ചാടി തുള്ളുക തന്നെ ചെയ്തു. ബാക്കിയൊന്നും വ്യക്തമായി കാണാനാവുന്നില്ല. മാധ്യമക്കാർ പ്രവർത്തന നിരതരായി. പത്രക്കാർ പടമെടുക്കാനായി മുൻനിരയുടെ അപ്പുറത്തേക്ക് ഇരച്ചു കയറി. അമ്മയ്ക്ക് ആവേശം അടക്കാനായില്ല. അമ്മ പ്രസംഗവേദിയിലേക്ക് ചാടിക്കയറി. ആ പ്രഖ്യാപനം ഹിന്ദിയിൽ വിവർത്തനം ചെയ്തു കേൾപ്പിച്ചു. പറഞ്ഞ തുക രൂപയുടെ കണക്കിലാക്കി കൊടുക്കുകയും ചെയ്തു. 20 ലക്ഷം രൂപ ഇപ്പോൾ. പിന്നെ അടുത്ത 5 വർഷക്കാലത്തേക്ക് ഓരോ വർഷവും 4 ലക്ഷം രൂപ വേറെയും. ഇനി നമുക്ക് ഇതിനെ ബീഹാറിലെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയെടുക്കാം, അമ്മ പറഞ്ഞു. സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടിച്ചു. MLA ഓഞ്ച കഴിയുന്നത്ര ക്യാമറകളിൽ മുഖം തിരുകാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. സാമന്ത അടുത്തുവന്ന് എന്റെ കാതിൽ മന്ത്രിച്ചു. കൺഗ്രാജുലേഷൻസ് മാധവ്, പണി പറ്റിച്ചല്ലോ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ പോവാൻ ധൃതിയുണ്ട്. ഞാൻ വിളിക്കാം. യെസ്, താങ്ക് യു സാമന്ത, താങ്ക് യു സോ മച്ച്. ഇതാ എന്റെ കാർഡ്, ഫിൽ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പരിശ്രമം ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോളേജിനെ കുറിച്ച് എനിക്കറിയാം. അവിടെ പഠിച്ച് നല്ലൊരു ജോലി കളഞ്ഞ് ഇവിടെ വന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് റിയ കൂടി കേട്ടിരുന്നെങ്കിൽ. ഞാൻ അവളെ നോക്കി. പക്ഷെ എവിടെയും കാണാനില്ല. സ്റ്റേജിൽ നിറയെ ഗ്രാമങ്ങളിൽ നിന്നെത്തിയവരാണ്. സെക്യൂരിറ്റിക്കാർ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പ്രതിനിധികളെ പുറത്തേക്ക് നയിച്ച് അവരുടെ കാറുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജ്കുമാർ സാഹിബ്, വളരെ ഉപകാരം. ഒരു ഗ്രാമീണൻ എന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ ശ്രമം നടത്തി. അങ്ങയാണ് ഞങ്ങളുടെ ഹീറോ, വേറൊരാൾ പറഞ്ഞു. എനിക്ക് റിയയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പുറത്തേക്ക് കടക്കാൻ ആൾക്കൂട്ടം സമ്മതിക്കണ്ടേ? എല്ലാവരും ചേർന്ന് എന്നെ പൊക്കിയെടുത്തു. എനിക്ക് അവരോട് നന്ദി തോന്നി. മറ്റുള്ളവരുടെ ചുമരിൽ കയറിയിരുന്നാൽ റിയയെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. രാജ്കുമാർ മാധവ്, ആരോ വിളിച്ചു. സിന്ദാബാദ്, അനേകം തൊണ്ടകൾ ഏറ്റുവിളിച്ചു. അവളുടെ ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. എവിടെ പോയി? ഞാൻ അമ്പരന്ന് നോക്കുന്നതിനിടയിൽ ജനം എന്നെ പൊക്കിയെടുത്ത് അമ്മാനമാടുകയായിരുന്നു. ഞാൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. റിയയുടെ പൊടി പോലും കാണാനില്ല. പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറയിക്കാനുള്ള ശ്രമത്തിലാണ്. ഡുംറാവിലെ ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഗംഭീരമായ സംഭവ വികാസമാണ് ഇതെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾക്ക് സന്തോഷമായോ? ഒരു റിപ്പോർട്ടർ ചോദിച്ചു. അതെ അതെ, ഞാൻ മറുപടി പറഞ്ഞു. സന്തോഷമായി. അല്ല, സന്തോഷമാവേണ്ടതാണ് എന്നു വേണം പറയാൻ. ഈ റിയ എവിടെ പോയി കിടക്കുകയാ? അമ്മ എന്റെ അടുത്തേക്ക് വന്നു. അതോടെ പത്രക്കാർ അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മേ, റിയയെ കണ്ടോ? ഞാൻ ചോദിച്ചു. ആരെ? എന്റെ കൂട്ടുകാരി. അവൾ മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എവിടെ പോയാവോ? അമ്മ തലകുലുക്കി. എന്നിട്ട് റിപ്പോർട്ടർമാരുടെ നേരെ തിരിഞ്ഞു. ഞാൻ സ്റ്റേജിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേർപെട്ടു പോന്നു. MLA ഓഞ്ച എന്റെ അടുത്തേക്ക് വന്നു. കൺഗ്രാജുലേഷൻസ് രാജ്കുമാർജി, കൈ നിറയെ കാശായല്ലോ. താങ്ക് യു ഓഞ്ചാജി, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി. അതിനെന്താ രാജ്കുമാർജി, അപ്പോൾ ഇനി ഈ കാശ് നമുക്ക് പങ്കിട്ടെടുക്കണ്ടേ? ഞാൻ അയാളെ ഇരുത്തിയൊന്ന് നോക്കി. എന്റെ ഞെട്ടൽ കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. തമാശ പറഞ്ഞതാണേ രാജ്കുമാർജി, എപ്പോഴും ഇങ്ങനെ ഗൗരവം കാട്ടിയാലോ? എന്താ സംശയം? ഈ കിട്ടിയത് മുഴുവൻ സ്കൂളിന് തന്നെ. ഞാൻ പുഞ്ചിരിയോടെ അവിടെ നിന്ന് മാറി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കൂട്ടത്തിന്റെ തള്ളു കുറഞ്ഞു. മിക്ക മാതാപിതാക്കളും കുട്ടികളും സ്ഥലം വിട്ടിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്നവരോട് ഞാൻ റിയയെ കണ്ടോ എന്ന് അന്വേഷിച്ചു. അവർ മുൻനിരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ആ സായിപ്പ് കാശിന്റെ കാര്യം പറയുമ്പോൾ എഴുന്നേൽക്കുന്നത് കണ്ടു, താരാചന്ദ്ജി പറഞ്ഞു. ഞാൻ കാറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ കാറുകളൊന്നും കാണാനില്ല. ഫൗണ്ടേഷനിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ട് നേരം കുറച്ചായിരുന്നു. എന്നാൽ റിയയുടെ കാറും കാണാനില്ല. ഞാൻ റിയയെ ഫോൺ വിളിച്ചു. ആരും എടുക്കുന്നില്ല. വീണ്ടും വിളിച്ചു. ഇല്ല, യാതൊരു പ്രതികരണവുമില്ല. പിന്നെ ഞാൻ റിയയുടെ ഡ്രൈവറെ വിളിച്ചു. ഞാൻ ലീവിലാണ്. മാഡം വന്നത് വേറെ വല്ല ഡ്രൈവറെയും കൂട്ടിയായിരിക്കണം, അയാൾ പറഞ്ഞു. ഞാൻ നിരാശയോടെ ഫോൺ കട്ട് ചെയ്തു. ഇനി എന്തു ചെയ്യണം? അവൾ എവിടെ പോയതാവും? വീട്ടിൽ നിന്ന് അത്യാവശ്യമായ വല്ല ഫോൺ സന്ദേശവും വന്നതാണോ? അതോ ഓഫീസിൽ നിന്നോ? എവിടെയാവും അവൾ? മാധവ് സർ, ഒരു പെൺകുട്ടിയുടെ ശബ്ദം എന്റെ ചിന്ത മുറിച്ചു. 3-ാം ക്ലാസ്സുകാരി ശബ്നം ആണ്. ധോത്തിയും കുർത്തയും ധരിച്ചാണ് അവളുടെ നിൽപ്പ്. കൃഷ്ണ നാടകത്തിൽ അവൾ അഭിനയിച്ച ഗ്രാമീണന്റെ വേഷം. തൊട്ടടുത്ത് അവളുടെ അച്ഛനും അമ്മയുമുണ്ട്.
ഞാൻ അവരെ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. ചടങ്ങു നന്നായതിൽ അവരെന്നെ അഭിനന്ദിച്ചു. മാധവ് സർ, ആ ചേച്ചി സാറിന് തരാൻ ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്. ശബ്നം ഒരു ബ്രൗൺ കവർ എനിക്ക് നേരെ നീട്ടി. പരിപാടി മുഴുവൻ തീരുമ്പോൾ ഇത് സാറിനു തരാനാ റിയ ദീദി പറഞ്ഞത്. സാർ സ്റ്റേജിൽ നിൽക്കുമ്പോഴാ ദീദി പോയത്. എവിടെയാ പോകുന്നത് എന്ന് പറഞ്ഞോ? ശബ്നം ഇല്ല എന്ന് തലയാട്ടി. പോയത് കാറിലാണോ? അതെ എന്ന അർത്ഥത്തിലായിരുന്നു അതിനുള്ള തലകുലുക്കൽ. പിന്നെ ശബ്നം അച്ഛനമ്മമാരോടൊപ്പം നടന്നു. ഞാൻ കവർ വലിച്ചു കീറി തുറന്നു. ഏയ്, നീ എവിടെയാ? അകലെ നിന്ന് അമ്മ വിളിച്ചു ചോദിച്ചു. ഇവിടെയുണ്ട്, ഞാൻ പറഞ്ഞു, കവർ തൽക്കാലം പോക്കറ്റിൽ തിരുകിക്കൊണ്ട്. ഇന്ന് വീട്ടിൽ ഉണ്ണാൻ കുറേ ആളുകൾ വരും. ഇതൊന്ന് ആഘോഷമാക്കാൻ വാ, നമുക്ക് പോവാം. പരിപാടിക്ക് വിശിഷ്ടാതിഥികളായി എത്തിയവരെല്ലാം ഞങ്ങളുടെ ഹവേലിയിൽ ഉച്ചഭക്ഷണത്തിനെത്തിയിട്ടുണ്ട്. തൻ്റെ മകൻ ആളൊരു കേമൻ തന്നെ, അമ്മയുടെ കുട്ടിക്കാലം തൊട്ടേയുള്ള ചങ്ങാതി കാന്ത അമ്മായി പറഞ്ഞു. നല്ല രാജപ്രൗഢി തന്നെ, രാജാവായി വാഴിക്കാൻ ശരിക്കും യോഗ്യൻ. അമ്മയുടെ ബന്ധു ബാലച്ചാച്ചിയുടെ കമന്റ്. അവരുടെ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. അമ്മേ, ഞാനൊന്ന് മുകളിലെ മുറിയിലോട്ട് ചെല്ലട്ടെ? എന്താ കാര്യം? നിനക്ക് ഊണ് കഴിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം, വല്ലാതെ ക്ഷീണിച്ചുപോയി. ഗോവണിപ്പടികൾ ഓടിക്കയറി ഞാൻ എൻ്റെ മുറിയുടെ അകത്തെത്തി വാതിലടച്ചു. എന്നിട്ട് ആ കവർ വീണ്ടും പുറത്തെടുത്തു. അകത്ത് ഒരു കത്തിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടാണ്. ഡിയർ മാധവ്, ശാന്തമായ മനസ്സോടെ വേണം ഇത് വായിക്കാൻ. സാധിക്കുമെങ്കിൽ ആ ശാന്തത വായിച്ചു കഴിഞ്ഞും നിലനിർത്തുകയും വേണം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാളോട് പറയാനാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ പട്ന വിട്ടു പോവുകയാണ്. എനിക്ക് അസുഖമാണ് മാധവ്. കഴിഞ്ഞ ഒരു മാസമായുള്ള മാറാത്ത ചുമ ഇയാളും ശ്രദ്ധിച്ചതല്ലേ? അത് അലർജി കൊണ്ടൊന്നുമല്ല, ലങ് ക്യാൻസിനോമ. അതാണ് എന്നെ പരിശോധിച്ച ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്. ശ്വാസകോശത്തിന്റെ ക്യാൻസർ. ഇതെങ്ങനെ വന്നു എന്നെനിക്കറിയില്ല. പുകവലിക്കുന്ന ശീലമൊന്നും എനിക്കില്ല എന്നറിയാമല്ലോ. പക്ഷേ ചിലപ്പോൾ പുകവലിക്കാത്തവർക്കും ഈ രോഗം വരാം. ഞാൻ ആ കൂട്ടത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ എനിക്ക് വയ്യ. ഇതെല്ലാം ഈശ്വരൻ എനിക്കായി തയ്യാറാക്കിയ കിറുക്കു പിടിച്ച പരിപാടിയുടെ ഭാഗമായിരിക്കാം. വിവാഹം, വിവാഹമോചനം, ഇപ്പോഴിതാ ഈ രോഗവും. എല്ലാം വെറും 3 കൊല്ലത്തിനിടയിൽ. ഒരു തമാശയുള്ളത്, പല ഘട്ടങ്ങളിലായി ഇയാളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നതാണ്. നമ്മൾ ഒന്നിച്ചുണ്ടാവണം എന്ന് വിധി ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം. മാധവ്, എന്നെ വീണ്ടും കൂട്ടുകാരിയായി സ്വീകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയ ആളാണ് ഞാൻ. പലതും ഞാൻ ഇയാളിൽ നിന്ന് മറച്ചു വെച്ചു. എന്നിട്ടും ഇയാൾ എന്നോട് കരുതൽ കാട്ടി. മാധവ്, ഇയാൾ എന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നെനിക്കറിയാം. അത് തരാൻ സാധിക്കാതെ പോയതിൽ വലിയ സങ്കടവുമുണ്ട്. ആദ്യത്തെ തവണ സമയം ശരിയായിരുന്നില്ല. രണ്ടാമത്തെ തവണയാവട്ടെ എനിക്ക് സമയമേ ഇല്ലാതെയായി. പട്നയിൽ ചിലവഴിച്ച ഇക്കഴിഞ്ഞ 2 മാസത്തെ പോലെ നല്ലൊരു കാലം ഒരിക്കലും വേറെ എനിക്ക് കിട്ടാനില്ല. ആ പ്രസംഗം ശരിപ്പെടുത്തിയെടുക്കാൻ ഇയാളെ സഹായിക്കാൻ സാധിച്ചത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. എന്തൊക്കെ വെല്ലുവിളിയുണ്ടായിട്ടും മാധവ് അത് വയ്യ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അന്നു രാത്രി എൻ്റെ കൂടെ തങ്ങാൻ ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ എനിക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. അത് എൻ്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും മാത്രമായിരുന്നു. എനിക്ക് ഇയാളുടെ കരുതലിൻ്റെ കുളിർമ കൂടുതൽ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പകരം എനിക്കൊന്നും നൽകാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. മാധവ് എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നെനിക്ക് നന്നായി അറിയാം. ഞാൻ തിരിച്ചൊന്നും നൽകാതെ തന്നെ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും എന്നുമറിയാം. അതുകൊണ്ട് ഞാൻ പോവാൻ തീരുമാനിച്ചു. ഞാൻ മൂലം ഇയാൾക്ക് വേണ്ടതിലേറെ സങ്കടം ഉണ്ടാവരുത്. ഓരോ വിശദാംശവും എടുത്തു പറയാൻ എനിക്ക് വയ്യ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കിനി കഷ്ടിച്ച് 3 മാസം ബാക്കിയുണ്ട്. അവസാനത്തെ 3 മാസമാണത്രേ ഏറ്റവും ദുഷ്കരം. പേടി തോന്നുന്ന കാര്യങ്ങൾ പറയാതെ വിടാം. അതൊക്കെ ഇയാൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. മാധവന്റെ ജീവിതത്തിൽ ഇപ്പോൾ അർത്ഥവത്തായ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂൾ എത്ര സുന്ദരമാണ്. ഇനി എനിക്കുറപ്പുള്ളതുപോലെ ബിൽഗേറ്റ്സ് വേണ്ടത് ചെയ്യുക കൂടി ചെയ്താൽ അതിനെ കൂടുതൽ നന്നാക്കി എടുക്കാൻ സാധിക്കും.
അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇയാളുടെ ശ്രദ്ധ ചിതറിക്കാതിരിക്കാനായി ഞാൻ ഇവിടെ ഉണ്ടാവരുത്. മാധവിൻ്റെ സ്നേഹം ഞാൻ കണ്ടതാണ്. ഇനി എനിക്ക് ആ മനസ്സിൻ്റെ സഹതാപം കാണാൻ വയ്യ. ഞാനൊരു ബാസ്കറ്റ്ബോൾ ഗേൾ ആണ്. എപ്പോഴും അങ്ങനെ വേണം. ആ മനസ്സിൽ എൻ്റെ ചിത്രം. എന്നുമെന്നും മാധവിൻ്റെ ബാസ്കറ്റ്ബോൾ ഗേൾ. മാധവിനെ അമ്മയുടെയും സ്കൂളിൻ്റെയും കൂടെ വിട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ബാക്കിയുള്ള ഇത്തിരി സമയം ഉപയോഗിച്ച് ഞാൻ കഴിയുന്നത്ര സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യും. അവസാന മാസം എത്തുമ്പോൾ ഈ ലോകത്തെവിടെയെങ്കിലും ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ ഒരു മൂല കണ്ടെത്തണം. പിന്നെ ഞാൻ ശരിക്കും യാത്രയാവും. മാധവ് അവസാന നാളിൽ എൻ്റെ മനസ്സിൽ എൻ്റെ രാജകുമാരൻ മാത്രമാവും. ഇവിടം വിട്ടു പോവാനുള്ള എൻ്റെ തീരുമാനം കാരണം ഒരു നല്ല കാര്യം സംഭവിച്ചതുപോലെ തോന്നുന്നു. ഇപ്പോൾ മാധവിനോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു. കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുകയും കഷ്ടപ്പെട്ട് ഭംഗിവാക്ക് പറയുകയും ഒന്നും ഇനി വേണ്ട. ഉദാഹരണത്തിന്, അന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഉറങ്ങാതെ കിടന്നത് മാധവ് മാത്രമല്ല, ഞാനും ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. മാധവിനെ വിട്ടുപോകുന്നത് എത്ര സങ്കടമാണ് എന്ന ചിന്തയിലായിരുന്നു മനസ്സ് മുഴുവൻ. തമാശ അതല്ല, ഈ ലോകം വിട്ടുപോകുന്നതിനെപ്പറ്റി അങ്ങനെ ഒരു തോന്നലേ എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇയാളെ വിട്ടുപോകുന്ന കാര്യം, അത് തീരെ വയ്യ. അപ്പോൾ പിന്നെ കരച്ചിലും പിടിച്ചിലുമൊന്നും വേണ്ട. എന്നെ തിരഞ്ഞു വരികയും വേണ്ട. ദേവദാസ സിനിമയിലെ പോലെ ദുരന്ത നായകനുമാവരുത്. മാധവ് സുന്ദരനാണ്, സ്നേഹസമ്പന്നനും. നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. എന്നെപ്പോലെ കുഴപ്പങ്ങൾ ഒന്നുമില്ലാത്ത ആരെങ്കിലും. ഇയാൾ അർഹിക്കുന്ന സ്നേഹം നിറയെ തരാൻ കഴിവുള്ള ആരെങ്കിലും. നാളെ ആയിക്കിട്ടാൻ എനിക്ക് ധൃതിയായി. മാധവ് സ്റ്റേജിൽ തകർക്കും. ഈ ആയുഷ്കാലത്ത് ഒരാളോടെങ്കിലും പറയാൻ സാധിക്കണേ എന്ന് ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ കത്ത് അവസാനിപ്പിക്കാം. അത് ഇതാണ്: ഐ ലവ് യു മാധവ് ഛ. നിറഞ്ഞ മനസ്സോടെ അവസാന നാൾ വരെ. ബൈ മാധവ് എന്ന് സ്വന്തം റിയ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കവിളിൽ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. കൈകാലുകൾ തളരുന്നതുപോലെ നിവർന്നു നിൽക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. കത്ത് കയ്യിൽ നിന്ന് നിലത്തു വീണു. ഞാനത് കുനിഞ്ഞെടുത്തു വീണ്ടും വായിച്ചു. റിയയുടെ കാറിൽ ഇരുന്നതിൻ്റെ ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തി. പല പല ചിത്രങ്ങൾ മിന്നിമറയുകയാണ്. അവളുടെ ആർഭാടം നിറഞ്ഞ കല്യാണ കാർഡ്, ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്, പിന്നെ അകലെ മറയുന്ന അവളുടെ കാർ. അന്ന് അവൾ അപ്രത്യക്ഷയായത് വിവാഹം കഴിക്കാനായിരുന്നു. ഇപ്പോൾ അപ്രത്യക്ഷയായതാവട്ടെ മരണം വരിക്കാനും. രണ്ട് കാര്യങ്ങളിലും അവളെടുത്ത തീരുമാനം കുറച്ച് കടുപ്പം കൂടിയ വാക്കിൽ പറഞ്ഞാൽ ഏകപക്ഷീയമായിരുന്നു. അവളുടെ നമ്പർ ഒന്നുകൂടി ഡയൽ ചെയ്തു നോക്കി. ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ പട്നയിലേക്കുള്ള വഴിയിൽ അവൾ നെറ്റ്വർക്ക് ഇല്ലാത്ത വല്ല സ്ഥലത്തും എത്തിയിരിക്കാം. അല്ലെങ്കിൽ ആ സിം കാർഡ് ഊരി ദൂരെ കളഞ്ഞിരിക്കുമോ? ഞാൻ ആകെ മരവിച്ചുപോയി. ആരോ ചുറ്റികയെടുത്ത് തലയ്ക്കടിച്ചതുപോലെ. ചുറ്റും നടക്കുന്നതൊന്നും എന്നെ ബാധിക്കാത്തതുപോലെ. വീട്ടിലെത്തിയ അതിഥികൾ, ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ധനസഹായം, ഒന്നും. റിയയ്ക്ക് ശ്വാസകോശത്തിലെ അർബുദമാണ്. അവൾ അതെന്നോട് പറഞ്ഞതുമില്ല. എങ്ങനെ അവൾക്കത് എന്നോട് ചെയ്യാൻ പറ്റി? പട്നയിലേക്ക് പോണം, ഞാൻ സ്വയം പറഞ്ഞു. ആദ്യം അവൾ വീട്ടിലേക്കാണ് പോവുക എന്നുറപ്പാണ്. ഞാൻ ഗോവടി പടികൾ ഓടിക്കയറി സ്വീകരണ മുറിയിലെത്തി. അവിടെ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. കൺഗ്രാജുലേഷൻസ് മാധവ് ഭായ്. എന്തൊരു ഗംഭീരൻ പ്രസംഗം, ഗ്രാമത്തലവൻ പറഞ്ഞു. മൂപ്പർക്ക് ഇംഗ്ലീഷ് ഒരക്ഷരം പോലും അറിയാം എന്ന് തോന്നുന്നില്ല. ഹലോ സർ, ഞാൻ ദൈനിക് ഭാസ്കറിൽ നിന്നാണ്. ഞങ്ങളുടെ ഞായറാഴ്ച പതിപ്പിൽ താങ്കളെപ്പറ്റി എഴുതണമെന്നുണ്ട്, ഒരു പത്രക്കാരൻ പറഞ്ഞു. ഞാൻ അമ്മയെ തേടിപ്പിടിച്ചു. പട്നയിലേക്കോ? ഇപ്പോഴോ? അമ്മ ചോദിച്ചു. ഫൗണ്ടേഷന്റെ ചില കടലാസുകൾ ഒപ്പിട്ട് കൊടുക്കാനുണ്ട്. അതിന് അവരിപ്പോൾ അടുത്ത പരിപാടിക്കായി ഗയയിൽ പോയിരിക്കുകയല്ലേ? ചിലരെ പോയിട്ടുള്ളൂ. ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ രേഖകളിൽ ഞാൻ ഒപ്പിട്ടു കൊടുക്കണം. എന്നാൽ ഊണ് കഴിച്ചിട്ട് പൊയ്ക്കോ, അതിഥികളെല്ലാവരും ഇരിക്കുകയല്ലേ. അമ്മേ, എനിക്ക് ഇപ്പോൾ തന്നെ പോണം. എന്തോ കുഴപ്പമുണ്ട് എന്ന് അമ്മയ്ക്ക് പിടികിട്ടി. എവിടെ നിന്റെ ആ കല്യാണം പിരിഞ്ഞ കൂട്ടുകാരി? അവളുടെ ഒരു സാരിയും കുടച്ചക്രവും. അമ്മേ, അവളുടെ പേര് റിയ എന്നാണ്, അല്ലാതെ കല്യാണം പിരിഞ്ഞ കൂട്ടുകാരി എന്നല്ല. ഞാൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനാണോ അവളുടെ കല്യാണം പിരിച്ചത്? അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? റിയയുടെ രോഗത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു. അയ്യോ പാവം കുട്ടി, എത്ര ചെറുപ്പമാണ്.
എനിക്കൊന്ന് പട്നയിൽ പോയേ പറ്റൂ. നീ എന്നെ വിവരം അറിയിക്കുകയാണോ അതോ അനുവാദം ചോദിക്കുകയോ? ഞാൻ പിന്നെ വിളിക്കാം എന്നു മാത്രം പറഞ്ഞ് ഞാൻ ഇറങ്ങി. പൂട്ടിയിട്ട വാതിൽ. റേയുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ കണ്ടത് അതാണ്. അയൽക്കാർക്കൊന്നും യാതൊരു വിവരവുമില്ല. മാഡം ഒരു പ്രത്യേക തരക്കാരി തന്നെ. ഇങ്ങനെയൊരു ഇടപാടുകാരിയെ മുമ്പ് കണ്ടിട്ടേയില്ല. വീട് ഏർപ്പാടാക്കിയ ബ്രോക്കർ ഹേമന്ത് പറഞ്ഞു. അയാൾക്ക് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ ഫോൺ ചെയ്തിരുന്നു. എന്തുണ്ടായി? ഞാൻ ചോദിച്ചു. സർ എവിടെയാണ്? ഞാനിപ്പോൾ ആ ഫ്ലാറ്റിന് മുന്നിലാണ്. വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ഒന്നവിടെ നിൽക്കൂ. എന്തായാലും എനിക്കവിടെ വരേണ്ട കാര്യമുണ്ട്. ഹേമന്ത് 20 മിനിറ്റിൽ വന്നെത്തി. മാഡം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. താക്കോൽ ലെറ്റർ ബോക്സിൽ കാണും എന്നാണ് പറഞ്ഞത്. ഹേമന്തും ഞാനും കൂടി കോമ്പൗണ്ടിലുള്ള ലെറ്റർ ബോക്സിലേക്ക് നടന്നു. അയാൾ കൈ അകത്തേക്കിട്ട് ഒരു താക്കോൽ കൂട്ടം പുറത്തെടുത്തു. ഇന്നലെ വിളിച്ചപ്പോൾ മാഡം പറഞ്ഞത് ഈ സ്ഥലം വിട്ടുപോവുകയാണ് എന്നാണ്. വീട് തിരികെ ഏൽപ്പിച്ചു കൊടുക്കണം. കോണിപ്പടികൾ കയറുമ്പോൾ കിതച്ചുകൊണ്ട് ഹേമന്ത് പറഞ്ഞു. വീട് വിട്ടുകൊടുക്കണം അല്ലേ? വെറുമൊരു വിഡ്ഢിയെപ്പോലെ ഞാൻ ഏറ്റു പറഞ്ഞു. വീടൊഴിയാൻ ഒരു നോട്ടീസ് കാലാവധി ഉണ്ട് എന്നു ഞാൻ പറഞ്ഞതാണ്. നേരത്തെ പറയാതെ പെട്ടെന്ന് ഒഴിഞ്ഞാൽ സെക്യൂരിറ്റിയായി കെട്ടിവെച്ച കാശ് പോവും. എന്നിട്ടോ? അതൊന്നും സാരമില്ലത്രേ. ആ കാശ് വീട്ടുടമസ്ഥൻ എടുത്തോട്ടെ എന്നാ പറഞ്ഞത്. ഹേമന്ത് വാതിൽ തുറന്നു. ഞങ്ങൾ അകത്തു കടന്നു. ഫർണിച്ചറും ടിവിയും എല്ലാം അവിടെ തന്നെയുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. എല്ലാം യഥാസ്ഥാനത്ത് തന്നെ. പല വ്യഞ്ജനങ്ങളും ഉപകരണങ്ങളുമെല്ലാം. പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവും അനങ്ങാതിരിപ്പുണ്ട്. പിന്നെ ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു. റിയയുടെ വസ്ത്രങ്ങൾ വെച്ച ചുമരലമാര മാത്രം ശൂന്യമാണ്. സാധനങ്ങൾ മിക്കതും ഇവിടെ ഇട്ടിട്ടാണ് മാഡം പോയിരിക്കുന്നത്. അതൊക്കെ എന്നോട് എടുത്ത് വിറ്റോളാനാ പറഞ്ഞത്. ഹേമന്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ശരിക്കും പറഞ്ഞതാ. ഞാൻ വല്ല അവകാശവും പറഞ്ഞേക്കുമോ എന്ന് പേടിച്ചെന്ന വണ്ണം ഹേമന്ത് പറഞ്ഞു. കരാർ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാനും വീട്ടുടമസ്ഥന് പുതിയൊരു വാടകക്കാരനെ കണ്ടുപിടിച്ചു കൊടുക്കാനും വേണ്ടി വരുന്ന ചെലവിന് ഇതൊക്കെ വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് എടുത്തോളാനാ പറഞ്ഞത്. വേറെ എന്തു പറഞ്ഞു? സർ, ഇതൊക്കെ ഞാൻ എടുത്തോട്ടെ? ഹേമന്ത്, എന്താണ് കൃത്യമായി അവൾ പറഞ്ഞത് എന്ന് പറയൂ. എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞോ? ഇല്ല സർ. ഈ ടിവിയും ഞാൻ എടുത്തോട്ടെ? ഹേമന്ത്. ഞാൻ അയാളുടെ തോളിൽ കയറി പിടിച്ചു. വേറെ എന്താണ് അവൾ പറഞ്ഞത്? ഇനി ഈ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ജോലി വേണ്ടെന്ന് വെച്ചത്രേ. എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞോ? ഞാൻ ഹേമന്തിന്റെ തോളിൽ പിടിച്ചു കുലുക്കി. ഇല്ല സർ. ഹേമന്ത് പേടിച്ച മട്ടുണ്ട്. ഇതിൽ വല്ല സാധനവും സാറിന് വേണോ? ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല സർ. എല്ലാം എന്നോട് എടുത്തോളാൻ മാഡം പറഞ്ഞതുകൊണ്ട് മാത്രമാ. ഞാൻ അയാളെ അവഗണിച്ച് ബാൽക്കണിയിലേക്ക് ചെന്ന് താഴെ തെരുവിലേക്ക് നോക്കി. പോക്കറ്റിൽ നിന്ന് റിയയുടെ എഴുത്തെടുത്ത് ഒന്നുകൂടി വായിച്ചു. ഐ ലവ് യു എന്നാണ് അതിൽ അവസാനം പറയുന്നത്. പട്നയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു 100 തവണയെങ്കിലും ഞാൻ ആ വാചകം വായിച്ചു കാണും. ഇത് ന്യായമല്ല റിയ, ഞാൻ ഉറക്കെ പറഞ്ഞു. ഒട്ടും ന്യായമല്ല. എന്താ സർ? ഹേമന്ത് ബാൽക്കണിയിലേക്ക് കടന്നു വന്നു. മാഡത്തിൽ നിന്നോ നേരിട്ടോ അവരുടെ കമ്പനിയിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം, ഞാൻ പറഞ്ഞു. അത് ഞാൻ ഏറ്റു സർ. ഈ സാധനങ്ങളൊക്കെ തൽക്കാലം ഒരു ഗോഡൌണിലേക്ക് മാറ്റാം. ആരെങ്കിലും കൊണ്ടുപോകാൻ വരുമോ എന്ന് കുറച്ചു ദിവസം കാത്തിരുന്നിട്ടേ വിൽക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ പറഞ്ഞു.